നമസ്കാരം. സാരഥിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അമ്മമാർ സ്വന്തം ആരോഗ്യത്തെക്കാൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും വ്യാകുലപ്പെടുന്നതും മക്കളുടെ ആരോഗ്യകാര്യത്തിലല്ലേ? അത്തരം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഡോക്ടർ ജമാലുദ്ദീൻ. അദ്ദേഹം അജ്മാൻ മെട്രോ മെഡിക്കൽ സെൻ്ററിലെ പീഡിയാട്രീഷ്യനും ഡയറക്ടറുമാണ്. ഡോക്ടർ, സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കോമൺ ഡിസീസസ് ഇൻ ചിൽഡ്രൻ. എന്തൊക്കെയാണ് ഡോക്ടർ ഈ വേനൽക്കാലത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗങ്ങൾ? ആദ്യം തന്നെ നമുക്ക് ഈ വേനൽക്കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വലിയ കുട്ടികളുടെ കാര്യത്തിൽ പറയുമ്പോൾ വലിയ മുതിർന്നവരെ പോലെ തന്നെ ഈ ഒരു വെയിലത്ത് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ വെയിലത്ത് കുട്ടികൾ കളിക്കാൻ എപ്പോഴും നമുക്ക് വീട്ടിലടച്ചിരുത്താൻ പറ്റില്ല, സ്കൂൾ അടക്കുന്നു. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് പലപ്പോഴും കുട്ടികളെ പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ സാധാരണ മുതിർന്നവരുണ്ടാകുന്ന പോലെ തന്നെ അവർക്ക് ഡീഹൈഡ്രേഷൻ വരാം. അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കുട്ടികളുടെ കാര്യം, കുട്ടികൾ വലിയവരുടെ ഒരു ചെറിയ പതിപ്പല്ല. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഇമ്മേച്വറാണ്, ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു അവരുടെ ഈ ഈ എൻവയോൺമെൻറ്റുമായിട്ടൊക്കെ ഒന്ന് ഇത് വരുന്ന അഡാപ്റ്റ് ചെയ്ത് വരുന്നതിന് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം കുട്ടികൾ ഈ ചൂടിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ചൂടിൻ്റെ പ്രശ്നം നമുക്ക് നോക്കാം. അപ്പോൾ ചൂടുണ്ടാകുമ്പോൾ എപ്പോഴും നമ്മുടെ ശരീര താപനില ഒരു 35 മുതൽ 37 ഡിഗ്രി അതിൽ തന്നെ നിർത്തണം. അതിലെന്തെങ്കിലും വളരെ കുറഞ്ഞു പോയാൽ ഹൈപ്പോതേർമിയ എന്ന് പറയും, അതായത് ചൂട് വളരെ കുറഞ്ഞു പോയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറയുകയാണെങ്കിൽ ഹൈപ്പോതെർമിയ എന്ന് പറയും. വളരെ കൂടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 42 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം പലതും താളം തെറ്റും. മാത്രമല്ല അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലെവലിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിന് രണ്ടിനും വളരെ നേരോ റേഞ്ചിൽ നമ്മൾ ടെമ്പറേച്ചർ നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം, വിവിധ പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ മിടിപ്പ്, ശ്വാസോച്ഛ്വാസം, നമ്മുടെ ഡൈജഷൻ, ആ ഭക്ഷണം നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ബോഡി, ഇതൊക്കെ ടെമ്പറേച്ചർ സദാ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ചൂട് കൂടുതലുണ്ടെങ്കിൽ അതും നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ എങ്ങനെയാണ് അപ്പോൾ ഒരു ബാലൻസ് നിർത്തുന്നത് വെച്ചാൽ ഇതിനൊരു ബ്രെയിനിലൊരു സെൻറ്റർ ഉണ്ട്, ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ആ തെർമോസ്റ്റാറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇന്ന റേഞ്ചിൽ ഇത് പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരു വാട്ടർ ഹീറ്ററിലൊക്കെ നമ്മൾ തെർമോസ്റ്റാറ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു 60 ഡിഗ്രി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതിനകത്ത് മുകളിലോട്ട് പോകാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും ഈ ടെമ്പറേച്ചർ ഈ തെർമോസ്റ്റാറ്റ് റെഗുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പക്ഷേ അപ്പോൾ റെഗുലേറ്റ് ചെയ്താലും നമ്മുടെ ശരീരത്തിൽ ഈ ചൂട് കൂടുമ്പോൾ അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പറേഷൻ ഒരു 60-70% നമ്മുടെ ശരീരത്തിൻ്റെ താപം ഉള്ളിൽ കൂടുതലുണ്ടാവുന്നത് കുറച്ച് നോർമലാക്കി നിർത്തുന്നത് ഈ ഇവാപ്പറേഷനാണ്. മറ്റ് ഇതിലുണ്ട്. ഇപ്പോൾ കൺവെക്ഷൻ എന്ന് പറയും. കൺവെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു നമ്മുടെ ശരീരത്തിൽ ഒരു നല്ല തണുത്ത കാറ്റ് വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ടെമ്പറേച്ചർ കുറയ്ക്കും. അതേപോലെ തന്നെ ഒരു തണുത്ത പ്രതലത്തിൽ നമ്മൾ കൈ വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം വെക്കുമ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചൂട് വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ശരീരത്തിൻ്റെ താപനില കുറയ്ക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് കുറയ്ക്കുന്നത് ഇവാപ്പറേഷൻ. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വെറ്റിംഗ് ഉണ്ടാവും. നമുക്കിപ്പോൾ കൂടുതൽ നമ്മൾ എല്ലാവർക്കും അറിയാം, നമുക്ക് വെയിലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് സ്വെറ്റിംഗ് ഉണ്ടാവും. ഈ വിയർപ്പ് ഉണ്ടാകുമ്പോൾ ഈ വിയർപ്പ് ആവിയായി പോകുമ്പോൾ ആ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്. അപ്പോൾ അത് വലിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ രക്തക്കൊഴലുകൾ ചൂടുണ്ടാകുമ്പോൾ നമ്മുടെ രക്തക്കൊഴലുകൾ വികസിക്കും. മാത്രമല്ല നമ്മുടെ ശ്വാസത്തിൻ്റെ ഇത് കൂടുമ്പോൾ, അല്ലാണ്ട് ചൂടുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ധൃതിയിൽ കുറച്ചും കൂടി റേറ്റ് കൂടുതലായിട്ട് നമുക്ക് റെസ്പിറേഷൻ ഉണ്ടാവും, ഹാർട്ട് റേറ്റ് കൂടും. അപ്പോൾ വെച്ചാൽ ബ്ലഡ് സപ്ലൈ, ബ്ലഡിൻ്റെ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയും, ബ്ലഡ് പമ്പ് ചെയ്യുന്നത് കൂടും. ഈ ബ്ലഡിലൂടെയാണ് ചൂട് വരുന്നത്, അല്ലെങ്കിൽ വിയർപ്പുണ്ടായിട്ട് ആ ബ്ലഡിലൂടെയാണ് ടെമ്പറേച്ചർ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ ഒരു ടെമ്പറേച്ചർ, ഇവിടുത്തെ ഒരു ടെമ്പറേച്ചറിൻ്റെ സ്ഥിതി എടുക്കുമ്പോൾ ഇത് ഇപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു 75% ഉണ്ടെങ്കിൽ അതിലും കൂടുതലാവുകയാണെങ്കിൽ ഇത് നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ദിവസങ്ങളിൽ വിയർക്കൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിയർക്ക് നടപ്പില്ല എന്ന് മാത്രമല്ല ഇത് ചെയ്യില്ല, ഇവാപ്പറേറ്റ് ചെയ്തില്ല. ഇവാപ്പറേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ
എന്തുണ്ടാവും, നമ്മുടെ ചൂട് ശരീരം വിയർപ്പുണ്ടാവും ചിലപ്പോൾ, പക്ഷെ അത് ഇവാപറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ചൂട് കുറയില്ല ശരീരത്തിൽ. അപ്പോൾ അതാണ് നമ്മൾ പനി വരുമ്പോൾ കുട്ടികളെ നമ്മൾ തണുത്ത വെള്ളമല്ല നോർമൽ വെള്ളം കൊണ്ട് തുടച്ചു കൊടുക്കാൻ പറയുന്നതിൻ്റെ പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. അതായത് ചൂട് ശരീരത്തിൽ കൂടുന്നു, ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചർ, പലപ്പോഴും ഐസ് വാട്ടർ ഒക്കെ എടുത്തിട്ട് ആളുകൾ ചെയ്യാറുണ്ട്. പക്ഷെ അതല്ല വേണ്ടത്. ഐസ് വാട്ടർ എടുത്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് കുറയ്ക്കുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതായിരുന്നു. അതായത് ഈ രക്തക്കൊഴലുകൾ വികസിക്കുന്നു, ആ രക്തം ഓട്ടം കൂടുന്നു സ്കിന്നിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ ഈ നമ്മളൊരു തണുത്തുള്ള ഒരു നോർമൽ ടെമ്പറേച്ചറിലൊരു വെള്ളം കൊണ്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ ആ ടെമ്പറേച്ചർ ഇത് വലിച്ചെടുത്തിട്ട് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. അതാണ് നമ്മൾ പനി വരുമ്പോഴും ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഇതില്ല. പിന്നെ കുട്ടികളിലുള്ള മറ്റ് ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ കുറയാൻ ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിയർപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഈ വിയർപ്പ് ഗ്രന്ഥികൾ വലിയവരെ പോലെ തന്നെ ഒന്നത് വിയർപ്പ് ഗ്രന്ഥികളുടെ നമ്പർ കുറവാണ്, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. രണ്ടാമത് ഈ വിയർപ്പ് ഗ്രന്ഥികളിലൂടെ വരുന്ന വിയർപ്പിൻ്റെ ഇത് ഒരു ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിൻ്റെ അളവ് കുറവാണ്. മാത്രമല്ല ഒരു ടെമ്പറേച്ചർ ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ചില ആളുകൾ പെട്ടെന്ന് വേർക്കും, അവരുടെ ബോഡി വളരെ അഡാപ്റ്റ് ചെയ്തെന്നർത്ഥം. ചില ആളുകൾക്ക് കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് വേർക്കുള്ളൂ. പക്ഷേ പെട്ടെന്ന് വേർക്കുമ്പോഴാണ് അഡാപ്റ്റേഷൻ പെട്ടെന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇത് ഈ കുറച്ചും കൂടി ഉയർന്ന ടെമ്പറേച്ചറിലാണ് വേർപ്പുണ്ടാവുള്ളൂ. മറ്റൊരു കുട്ടികൾക്ക് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രക്തം ഓരോ ഹൃദയമിടിപ്പിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന രക്തത്തിൻ്റെ അളവ് കുഞ്ഞുങ്ങളുടെ മൊത്തം രക്തത്തിൻ്റെ അളവ് കുറവാണ് വലിയവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ അതേ സമയത്ത് കുഞ്ഞുങ്ങളുടെ ഇത് കുറവായ കാരണം തന്നെ അവർക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഈ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചൂടുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഒന്ന് വളരെ ഹ്യൂമിഡായിട്ടുള്ള ദിവസം കളിക്കാനോ പുറത്ത് കൊണ്ടുപോകരുത്, കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ കുട്ടികളെ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് വെള്ളം കുടിപ്പിക്കും. കുട്ടികളെ ചോദിച്ച് വെള്ളം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളെ അഡീഷണൽ ആയിട്ട് നമ്മൾ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് ഓരോ അരമണിക്കൂർ പുറത്ത് കളിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു 200 to 250 ഒരു 8 ounce ഒരു 4 മുതൽ 8 ounce വരെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ ഒരു അരമണിക്കൂർ ഈ വെള്ളം പ്ലെയിൻ വാട്ടർ കൊടുക്കുന്നതാണോ നല്ലത്, അതെ നാരങ്ങ വെള്ളം പോലെ കൊടുക്കുന്നതാണോ? അത് നല്ലതാണ്. അതായത് പ്ലെയിൻ വാട്ടർ കുട്ടികൾക്ക് കുടിക്കാൻ മടിയുണ്ടാവും. പ്ലെയിൻ വാട്ടർ തന്നെയാണ് നല്ലത്. പക്ഷേ ഇതിലൂടെ നമ്മുടെ രക്തത്തിലൂടെ നമ്മൾ അതായത് സ്വെറ്റിലൂടെ നമ്മുടെ വിയർപ്പിലൂടെ കുറച്ച് സോൾട്ടും പോകുന്നുണ്ട്. അപ്പോൾ അത് റിപ്ലനിഷ് ചെയ്യാനും അതേ സമയത്ത് ഈ കുട്ടി കുറച്ചും കൂടിയും ഇത് ആക്സെപ്റ്റബിൾ ആവാനും നല്ലത് കുറച്ച് ഈ നാരങ്ങ വെള്ളമോ അതേപോലെ ഇലക്ട്രോലൈറ്റ് ഉള്ള ഏതെങ്കിലും ഒരു പാനീയം കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇത് പറഞ്ഞപ്പോഴാണ് ഒരുപാട് റെഡിമെയ്ഡ് ജ്യൂസുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് ഈ സമ്മറിൽ കൊടുക്കുന്നത് കൊണ്ട് ജ്യൂസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനർജി ഡ്രിങ്ക് കൊടുക്കരുത്. എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് വരുന്ന കെഫീനാണുള്ളത്. അത് കൊടുക്കുമ്പോൾ എന്താണ്, അതേപോലെ തന്നെ എനർജി ഡ്രിങ്കുകളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പെടുത്താവുന്നതാണ് നമ്മൾ കെഫീനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ. നമ്മൾ സാധാരണ കുടിക്കുന്ന ഒരുപാട് പാനീയങ്ങളുണ്ടല്ലോ, സോഡ പോലുള്ള ഒരുപാട് പാനീയങ്ങൾ കെഫീനേറ്റഡ് ആയിട്ടുള്ള ഇത് കഴിക്കരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കെഫീൻ ഉണ്ട്. ഈ കെഫീൻ എന്ന് പറഞ്ഞാൽ അത് ഡയൂററ്റിക്കാണ്. ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ മൂത്രം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് വെള്ളം ശരീരത്തിൽ നിൽക്കുകയാണ് വേണ്ടത്. അതിന് പകരം നമ്മൾ ഈ ഇതുമാതിരി വെള്ളം ഇത് കുടിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ ഒന്നും കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വെള്ളം കുട്ടികൾക്ക് ഒരിക്കലും ഈ നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ ഉള്ള കുട്ടികൾക്ക് ഒരിക്കലും ഇതേപോലെ കെഫിനേറ്റഡ് ഡ്രിങ്ക് കൊടുക്കരുത്, എനർജി ഡ്രിങ്ക് കൊടുക്കരുത്. എനർജി ഡ്രിങ്ക് വീണ്ടും കെഫീനാണുള്ളത്. കോഫിയാണ് അതിനകത്തുള്ള എനർജി ഉണ്ടാക്കുന്ന തന്നെ കോഫി. അതിനകത്തുള്ള കോഫിയുടെ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അല്ലാണ്ട് വേറെ എനർജി ഡ്രിങ്കിൽ വേറെ ഒരു മാജിക്കും ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ കുട്ടികളിലപ്പോൾ ഇതാണ്. പിന്നെ ഇപ്പോൾ ചൂട് പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു ഇതിൽ വന്നാൽ പെട്ടെന്ന് നമുക്ക് ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരം അതിനെ അഡാപ്റ്റ് ചെയ്യും. അതിന് അക്ലമറ്റൈസേഷൻ എന്ന് പറയും. അക്ലമറ്റൈസേഷൻ സാധാരണ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഈ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇതിനകത്ത് പോകുന്ന സോഡിയം ആ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടന്റ് ഒക്കെ കുറയ്ക്കും ബോഡി. കാരണം കുറേ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരും. അലോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുള്ള സോഡിയം പ്രിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഡിയം ഇന്നത്തെ ശരീരത്തിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന ചില ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസും ഒക്കെ പ്രവർത്തിച്ചിട്ട് അതിന് അക്ലമറ്റൈസേഷൻ ആണ്. കുട്ടികളുടെ പക്ഷേ ഈ അക്ലമറ്റൈസേഷന് ഒരു 14-15 ദിവസം എടുക്കും. നമ്മൾക്കൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഒരു ചൂടുള്ള ഒരു രാജ്യത്ത് നമ്മൾ വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ നാട്ടിൽ നിന്ന് ചില ആളുകൾ ഇവിടെ വരുന്നു. ഇവർക്ക് ഈ ചൂട് പെട്ടെന്ന് ആദ്യം വളരെ അസഹനീയമായി തോന്നും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവർക്ക് അതിനോട് ഒരു അക്ലമറ്റൈസേഷൻ ഒരു അഡാപ്റ്റ് ചെയ്യും അവർ ഇതിന്. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ ശരീരത്തിൽ കുറച്ച് ചേഞ്ചസ് വരും. അങ്ങനെ അതുകൊണ്ടുണ്ടാകും. അപ്പോൾ ഈ കുട്ടികളൊക്കെ പുറത്ത് കളിക്കും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഡീഹൈഡ്രേഷൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്.
അത് കൂടാതെ ഇതിൻ്റെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ പുറത്ത് പോയി കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ചൂടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഇതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില എഫക്റ്റുകളുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഈ നമുക്ക് ചൂട്ടത്തൊക്കെ കളിക്കുമ്പോൾ പണ്ട് ഈ ചൂടുണ്ട് പ്രിക്ലി ഹീറ്റിലൊക്കെ പറഞ്ഞിട്ട് അതിന് ഇത് പറയുന്ന അങ്ങനെയുള്ള ഈ ചൂടുകുരു എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ, ചൂടുകുരുവിന് നമ്മൾ ചൂടുകുരുവിന്റെ പൗഡർ ഇടുന്ന ഒരു ശീലം പണ്ട് മുതലേ ഉണ്ട്. അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ? അത് അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് എന്താ ഈ ചൂടുകുരു ഉണ്ടാവുന്ന വെച്ചാൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇത് വിയർപ്പ്, ഈ വിയർപ്പിന്റെ ആ ഒരു സുഷിരം അടയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുരു ഉണ്ടാവുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് ആ സ്കിന്നിന്റെ ഒരു ഇത് വരുമ്പോൾ സ്കിൻ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ അതാണ് നോർമലായി വരും. അതപ്പോൾ അതിന്റെ ഒരു സമയമുണ്ട്. അതാണ് അപ്പൊ ചൂടിന്റെ പൗഡർ ഇടുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ചൂടുകുരു ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ചില ആളുകൾ ഇപ്പോൾ കുറച്ച് പ്രായമായുള്ള ആളുകളൊക്കെ ഈ ചൂടുകൊണ്ട് തന്നെ കയ്യിലും കാലിലൊക്കെ കുറച്ച് ഒരു നീര് വരുന്ന പോലെ ഉണ്ടാവും. ഹീറ്റിൻ്റെ ഉള്ള എഡിമുണ്ടാവും, അതായത് നീര് വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്കിന്നിൽ കുറച്ചും കൂടി നമ്മൾ കുട്ടികളിൽ കൂടുതൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ, കുട്ടികൾ ചെറുപ്പം മുതലേ ഈ ഒരു ഇതിൽ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അതിന് അൾട്രാവയലറ്റ് റേസ് ഉണ്ട്. ഈ അൾട്രാവയലറ്റ് റേസ് എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് എയും ബിയും ഉണ്ട്. അത് രണ്ട് പ്രശ്നങ്ങളാണ് മെയിനായിട്ടുണ്ടാവും. ഒന്ന് പ്രിമച്ചർ ഏജിങ് ഉണ്ടാവും. അതായത് നമുക്ക് ഏജ് ആകുമ്പോൾ നമുക്ക് റിങ്കിൾസ് വരും. ഈ റിങ്കിൾസൊക്കെ ചൂടിൽ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്ന ആളുകൾക്ക് അത് കുറച്ചുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ സ്കിന്നിൽ നമ്മൾ ഈ റിങ്കിൾസിൻ്റെ ഈ സ്കിന്നിൻ്റെ കൊലാജൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് നമ്മൾ ഈ റിങ്കിൾസ് കുറയ്ക്കുന്നത്. നമ്മൾ എലാസ്റ്റിസിറ്റി ഉണ്ടാവും. നമ്മളിപ്പോൾ ചിരിക്കുകയാണെങ്കിൽ ഈ റിങ്കിൾസ് അവിടെ തന്നെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രായമാവുന്നതോട് ജനറലായിട്ട് ഒരു എലാസ്റ്റിസിറ്റി കുറയും, കൊലാജൻ കുറയും. അതുകൊണ്ടാണ് നമുക്ക് റിങ്കിൾസ് ഉണ്ടാവുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഈ അൾട്രാവയലറ്റ് റേസിനോട് കൂടുതൽ, അല്ലെങ്കിൽ സൂര്യത്തിനോട് കൂടുതൽ നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഈ കൊലാജൻ നേരത്തെ തന്നെ ഡിസ്ട്രോയിഡ് ആയി പോകും. അതുകൊണ്ട് അവർക്ക് ഈ പ്രിമേച്ചർ ഏജിങ് ഉണ്ടാവും. കുട്ടികളാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരിപ്പോൾ ഇവിടെ വളരുന്ന കുട്ടികൾ ഒരുപാട് ഇതിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ അവർ വളരുമ്പോൾ അവർക്ക് നേരത്തെ ഈ മാതിരിയുള്ള പ്രിമേച്ചർ ഏജിങ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന്. രണ്ടാമത് പറഞ്ഞാൽ ഈ അൾട്രാവയലറ്റ് ബി റേസ് നമ്മളെ ഇതിൻ്റെ DNA, അതായത് ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കൂടുതൽ നമ്മൾ സണ്ണിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ. ഞാൻ ഇമ്മീഡിയറ്റ് ഉള്ള എഫക്റ്റ് അല്ല പറയുന്നത്, ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഒരു ലോങ് ടേം എഫക്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിനെന്താണ് നമുക്ക് പ്രതിവിധി എന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീമുകളുണ്ട്. അത് കുട്ടികൾക്ക് സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉണ്ട്, കുട്ടികൾക്കുള്ളതുകൊണ്ട് കുട്ടികൾക്ക് അത് വലിയ SPF എന്ന് പറഞ്ഞാൽ ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ വളരെ കൂടുതലായിട്ടുള്ള ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 30 to 50 ഉള്ള ഇത് വെച്ചിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഇത് പരട്ടി റെഡി ആവണം. പിന്നെ എപ്പോഴെങ്കിലും കുറേ നേരം 1-2 മണിക്കൂർ നമ്മൾ വിയർക്കുകയാണെങ്കിൽ പിന്നെയും നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, കുട്ടികൾ വിയർത്തിരിക്കുമ്പോൾ ആ വിയർപ്പിൽ ഈ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇടാൻ പറ്റുമോ? അത് വിയർപ്പൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം, കുഴപ്പമില്ല. കാരണം വെച്ചാൽ നേരത്തെ കുറച്ച് ഇതുണ്ടാവും, അതും കൂടി ഒന്നും കൂടി കൂടുതൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇത് വേണം. അതേപോലെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികളെ, സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ഡബിൾ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഡബിൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് വരുന്നു, പിന്നെ അവിടെ റിഫ്ലക്റ്റഡ് ആയിട്ടും വരുന്നു. അതായത് ഈ സൂര്യൻ്റെ പ്രകാശം ഇതിൽ അടിച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ വണ്ടിയിൽ ദൂരെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആ ബോണറ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരും, നേരിട്ട് ഇത് വരും, ബോണറ്റിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോയി നമ്മൾ കുളിക്കുക, സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കുളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ടാൻ ആവുന്നത് നമുക്ക് കൂടുതൽ ഇതുണ്ടാകുന്നത്. അപ്പോൾ അതും അങ്ങനെയുള്ള കുട്ടികളൊക്കെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മളത് ഇത് ചെയ്യണം. അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ, ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊന്നും അല്ലാത്ത ആളുകൾ, ഇപ്പോൾ ഒരുപാട് ആളുകൾ, നമുക്കിപ്പോൾ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവരൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം, ഇവർക്കൊന്നും സൺ പ്രൊട്ടക്ഷൻ അങ്ങനെ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. യൂസ് ചെയ്യാൻ അവർക്ക് അങ്ങനെ പറ്റുന്നില്ലാത്തൊരവസരത്തിലാണെങ്കിലും അവർ ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഒരു ഇത് വെക്കുക, ഒരു തൊപ്പി വെക്കുക. ഈ തൊപ്പി കുറച്ചൊരു ഒരു ഇതുള്ള ബ്രിമ്മുള്ള ഷെയ്ഡുള്ള ഒരു തൊപ്പി വെക്കുക. അപ്പം അങ്ങനെ വെച്ചാൽ അത് കണ്ണും പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് ഇതുണ്ട്. പിന്നെ എപ്പോഴും ഒരു ലൈറ്റ് ലൂസ് ഡ്രസ്സ് ഇടുക. എപ്പോഴും ലൈറ്റ് ആയിട്ട് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാൻ. വളരെ ഡാർക്ക് ആയിട്ടുള്ള നമുക്കറിയാലോ, കോട്ടൺ മെറ്റീരിയൽ. നമുക്ക് ഡാർക്ക് ആയിട്ടുള്ളതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂര്യ ലൈറ്റൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെയല്ല പഠിച്ചുള്ളത്, ഡാർക്കാണ് അബ്സോർബ് ചെയ്യുന്നത്. ലൈറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ ആണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അബ്സോർബ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഇത് കൂടാതെ കണ്ണിനും പ്രശ്നമുണ്ട്. നമുക്ക് ഒരുപാട് അൾട്രാവയലറ്റ് എക്സ്പോഷർ കണ്ണിനുണ്ടാകുമ്പോൾ തിമിരം, നമുക്ക് കാറ്ററാക്ട് എന്ന് പറയുന്നത് ഏജ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് പ്രിമേച്ചർ ഏജിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രിമേച്ചറായിട്ട്
കാറ്ററാക്ട് വരും, നമ്മുടെ തിമിരം വരും ലെൻസിലെ. അത് എത്ര ഏജ് ലിമിറ്റിനുള്ളിലുള്ള കുട്ടികൾക്കായിരിക്കും അത് വരാൻ? അതിപ്പോ ചെറിയ പ്രായത്തിലെ? ചെറിയ പ്രായത്തിലല്ല ഞാൻ വരുന്ന ഉടനെ തന്നെ വരുന്ന കാര്യമല്ല പറയുന്നത്. ഇത് കുറച്ച് ഏജ്, ഇപ്പൊ നമുക്ക് ഏജ് ആകുമ്പോൾ വരും തിമിരം വരും, നമുക്ക് കുറച്ച് തിമിരം വരുന്നതന്നെയാണ് ഏജ് ആകുമ്പോൾ, ആ ഡീജനറേഷൻ വരും. പക്ഷേ ഇത് കുറച്ചും കൂടി നേരത്തെ ആവും കുട്ടികൾ, പ്രിമച്യൂർ ആയിട്ട് തിമിരം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുട്ടികൾ അവിടെ പോകുമ്പോൾ അവർക്കൊരു സൺ പ്രൊട്ടക്ഷൻ കണ്ണട വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൊപ്പി വെച്ചാലും കുറച്ചൊക്കെ ഇത് ചെയ്യും. ഇത് തിമിരം മാത്രമല്ല, കണ്ണിൻ്റെ ഉള്ളിലും മാക്കുല എന്നുള്ള അതിൻ്റെ ഡിജനറേഷൻ വരും. അപ്പോൾ അവർക്ക് തന്നെ വളരെ ഇതായിട്ട് ക്ലിയർ വിഷന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിഷനും ഒരു പ്രശ്നം ഇതിനുണ്ടാവും. അതുകൂടാതെ ഈ കണ്ണിൻ്റെ ഇതിൽ വരുമ്പോൾ തന്നെ കൺപോളകൾക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ റിങ്കിൾസും അതേപോലെ ക്യാൻസറും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. പിന്നെ ഈ ചൂടുകാലത്ത് നമുക്ക് വേറൊരു കാര്യം ഞാൻ എപ്പോഴും നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്, ഈ ചൂടുകാലത്താണ് ഈ ഫുഡ് പോയ്സണിങ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഫുഡ് പോയ്സണിങ് നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കാറുള്ളത്, കുട്ടികൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഒരു വീക്കെൻഡ് കഴിഞ്ഞ് വരുമ്പോൾ അവൻ ഐസ്ക്രീം കഴിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിട്ട് നമ്മളൊരു പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു, അതിന് ശേഷമാണ് കുട്ടികൾ ഒരു ഫാമിലി കംപ്ലീറ്റ് ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അതൊരു സാറ്റർഡേ ഒക്കെയാണ് നമുക്ക് ക്ലിനിക്കിൽ പ്രത്യേകിച്ച് വരുന്നത്. നമ്മൾ ഈ വീക്കെൻഡ് കഴിഞ്ഞ് ഒരു തേഴ്സ്ഡേ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് അത് 2-3 കാര്യങ്ങൾ ഇതിൽ നോക്കാനുള്ളത് എന്താ വെച്ചാൽ, ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സേഫ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ സേഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 4 ഡിഗ്രി മുതൽ ഒരു 60 ഡിഗ്രി വരെ ഉള്ള ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ല, അത് സേഫ് അല്ല. ഒന്നുകിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ നമുക്ക് ഫ്രോസൺ സാധനങ്ങളുണ്ട്, അത് ഫ്രോസൺ ആയിട്ട് തന്നെ ഫ്രീസ് ചെയ്തിട്ട് തന്നെ നമ്മൾ വെക്കുക. ചൂടുള്ള സാധനങ്ങൾ ചൂടായിട്ട് തന്നെ വെക്കുക. അല്ലെങ്കിൽ അത് ചൂടാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഫുഡ് നേരത്തെ ഉണ്ടാക്കി വെച്ച് അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ വീണ്ടും റെഫ്രിജറേറ്റ് ചെയ്യുക. അതാണ് വേണ്ടത്. ഈ ഒരു 4 ഡിഗ്രി മുതൽ ഒരു 60 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 40 ഫാരൻഹീറ്റ് മുതൽ 140 ഫാരൻഹീറ്റിൽ ഉള്ള ആ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് ഡേഞ്ചർ സോണാണ്. ഈ ഒരു ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 25-30 ബാക്ടീരിയ അല്ലെങ്കിൽ ഓർഗാനിസം ഒക്കെ പെട്ടെന്ന് വളരെ പെരുകുന്നത്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരണമെങ്കിൽ ഒരു ഫുഡ് പോയ്സണിങ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ 2-3 ഘടകങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളാണ് എപ്പോഴും വിക്റ്റിം ആവുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിപ്പോൾ എല്ലാവരും പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികളാണ് ആദ്യം, ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കും ആദ്യം ഛർദ്ദിച്ചു തുടങ്ങുന്നത്, ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കും ആദ്യം ഡയറിയ ഉണ്ടാകുന്നത്. അങ്ങനെയായിരിക്കും. പിന്നെ നമുക്കൊക്കെ വരുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും. കാരണം നമുക്കൊന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി ഇതാണ്, നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ റെസിസ്റ്റൻസ് പവർ ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് അതില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വിക്റ്റിം ആവുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കുട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, തിരക്കായിരിക്കും, പക്ഷെ നമ്മൾ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് പോകുന്നു. അത് ഒരിക്കലും 2 മണിക്കൂറിൽ കൂടുതൽ പുറത്തിരിക്കുകയാണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കരുത്, ഇപ്പോഴത്തെ ചൂടുകാലത്ത് പ്രത്യേകിച്ചും. കാരണം ആ ടെമ്പറേച്ചർ മിക്കവാറും ഈ ഒരു ഡിഗ്രി ഇതിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ ബാക്ടീരിയ അതുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഏതൊരു നിലക്കുള്ള ഇപ്പോൾ ഈ ഫുഡ് പോയ്സണൊക്കെ വരുന്നതിന് 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് എങ്ങനെ എത്രമാത്രം ബാക്ടീരിയ അതിനകത്തുണ്ട്, ഇനോക്കുലം എന്ന് പറയും, അത് എത്രമാത്രം ബാക്ടീരിയ ഉണ്ട്. പിന്നെ ഈ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അത് കഴിക്കുന്നു വിചാരിക്കും, എൻ്റെ ഡിഫൻസ് ഇമ്മ്യൂണിറ്റി എത്രമാത്രം സ്ട്രോങ് ആണ്, എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, കുട്ടികളാണെങ്കിൽ അതേപോലെ അവർക്ക് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതിനെ 2നും ആസ്പദം 3 ഇതായിട്ടുണ്ടായിരുന്നു. എൻവയോൺമെൻറ്റ്, ആ ഹോസ്റ്റ്, പിന്നെ ഏജൻറ്റ്. ഇങ്ങനെ 3 ഇതാണ് ഒരു ഇൻഫെക്ഷൻ ആണെങ്കിലും ഇതേപോലുള്ള എന്ത് ഇതാണെങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് അവരിൽ വേഗം വരും. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ഫുഡ് എന്തുകൊണ്ട് പുറത്തിരിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫുഡ് ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് 10 ബാക്ടീരിയ ഉള്ളെങ്കിൽ 2 മണിക്കൂറിൽ 10,000 ബാക്ടീരിയ ആയിട്ടാവും. ഈ 10,000 ബാക്ടീരിയ 10 ബാക്ടീരിയ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. പക്ഷേ 10,000 ബാക്ടീരിയ ആകുമ്പോൾ അതിനെ കൂടുതൽ അപ്പോൾ തന്നെ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, അതിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തിനെ ഓവർകം ചെയ്യും. അതുകൊണ്ട് സിംറ്റംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 2 കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഫുഡ് എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ തിരിച്ചു വയ്ക്കുക. ലെഫ്റ്റ് ഓവർ 2 മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ കുട്ടികൾ വാട്ടർ ബോട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ വെള്ളം കുറച്ച് കുടിച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബാക്ടീരിയ അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ബാക്ടീരിയ പെരുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മളത് വെറുതെ ഒന്ന് എടുത്ത് കഴിയിട്ട് കുറച്ചുകൂടി വെള്ളം എടുത്ത് കൊടുക്കും. പക്ഷേ അതിനകത്ത് ബാക്ടീരിയ അപ്പോഴുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ വെള്ളം കളഞ്ഞ് കഴുകി
കമഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ അത് ഡ്രൈ ചെയ്യാൻ വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയി അതിനകത്തുള്ള ബാക്ടീരിയ ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് ഓവർനൈറ്റ് വെക്കുമ്പോൾ ഇതിനകത്തുള്ള ബാക്ടീരിയ പെരുകാനും നമ്മൾ ചിലപ്പോൾ കഴുകുമ്പോൾ അത് മുഴുവൻ വൃത്തിയാവാതെ കൂടുതൽ ബാക്ടീരിയ വരാൻ ആ വെള്ളം കുടിക്കുമ്പോൾ കുട്ടിക്ക് ഇത് വരാനും സാധ്യത. വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ സാധാരണ പൈപ്പ് വെള്ളത്തിൽ കഴുകണോ അത് തിളച്ച വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് തന്നെയാണ് അപ്പോൾ നല്ലത്. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു സാധാരണ പൈപ്പ് വെള്ളത്തിൽ കഴുകുമ്പോൾ അതിനകത്ത് ശരിക്കും അത് വൃത്തിയാവണമെന്നില്ല. എപ്പോഴും ഒരു 60 ഡിഗ്രി ആകുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയയും ഇതൊക്കെ വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും ഒക്കെ നശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എപ്പോഴും അങ്ങനെയുള്ള ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അടുത്ത പ്രീവിയസ് നൈറ്റിൽ തന്നെ വെക്കുക. അപ്പോൾ രാവിലെ നമ്മൾ കഴുകാൻ നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ വൃത്തിയാവില്ല. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ആ ബാക്ടീരിയ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഇതിലോട്ട് പോകാതെ എനിക്ക് തോന്നുന്നു വർക്കിംഗ് പാരന്റ് ആണെങ്കിലും തലേദിവസം രാത്രി പാത്രം തിളച്ച വെള്ളത്തിൽ കഴുകി വെക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തലേന്ന് തന്നെ അത് വെക്കുമ്പോൾ അതിനൊരു ഗുണം എന്താ വെച്ചാൽ രാവിലെ നമുക്ക് ആ തിരക്ക് പിടിച്ചിട്ട് പിന്നെ ഇതിനൊന്നും നിൽക്കണ്ട. അപ്പോൾ രാവിലെ വെക്കുന്നതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന് നമുക്ക് രാവിലെ ടൈം ലാഭിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും ആരോഗ്യത്തിന് സേഫ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ആ നിലക്കുള്ള ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പേരൻസ്. ഡോക്ടർ ഈ ടോക്കിനിടെ പറഞ്ഞിരുന്നു കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിയെ പറ്റി. അവരുടെ ഇമ്മ്യൂണിറ്റി ആഹാരം വഴി എങ്ങനെ കൂട്ടാം എന്നൊരു ടിപ്സ്. അതെ, ഇപ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻ വരുന്ന കുട്ടികൾക്ക് നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ 2 കാര്യമാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ഒന്ന് ഹാൻഡ് ഹൈജീൻ, അതായത് അവർ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയതിന് ശേഷം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതലങ്ങളിലൊക്കെ തൊട്ട് അല്ലെങ്കിൽ പുറത്ത് പോയി കളിക്കുന്നു ഇതൊക്കെ വരുമ്പോൾ എപ്പോഴും കൈ കഴുകുക എന്നുള്ളത്. കൈ കഴുകുന്നതുകൊണ്ട് ഹാൻഡ് ഹൈജീൻ മാത്രം 30% ഒരു ഇൻഫെക്ഷസ് ഡിസീസ് ആയിട്ട് ഒരു ഡോക്ടറെ കാണുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ വളരെ ചോദിച്ചോട്ടെ, പ്ലെയിൻ വാട്ടറിൽ കഴുകണോ, ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കുട്ടികളെ കഴുകണം? സോപ്പും സാധാരണ വെള്ളം, ഒരു ലൂക്ക് വാം വാട്ടർ ആണെങ്കിൽ തരക്കേടില്ല. പക്ഷേ സാധാരണ വെള്ളത്തിൽ കഴുകുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സോപ്പ് ഉപയോഗിക്കണം. സോപ്പ് ഉപയോഗിച്ച് ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് ഒന്ന് കഴുകുക. കഴുകുമ്പോൾ എന്ത് വേണം വെച്ചാൽ നമ്മൾ വിരലിൻ്റെ ഇടയിലും ഇവിടുത്തെ പുറത്തും ഒക്കെ നല്ലോണം ഒന്ന് ഉരച്ച് കഴുകുക. ഒരു 20-30 സെക്കൻഡ് കഴുകിയാൽ 20 സെക്കൻഡ് മതി. അത് നമുക്ക് ഹാൻഡ് ക്ലീൻ ആയി. കുട്ടികളെ ശീലിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ശീലമാണെങ്കിലും ശീലിപ്പിച്ചെടുത്താൽ ഇത് ശീലിപ്പിച്ചെടുക്കുന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഒരുപാട് നമ്മൾ ഇത് ഒരുപാട് അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ളതാണ്. അതായത് ഇവിടെ പലതരം പനികൾ വന്നിരുന്നു. സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി വന്നിരുന്നു, പക്ഷിപ്പനി വന്നിരുന്നു. അന്നൊക്കെ നമ്മൾ കുട്ടികളെ പേരൻസ് വരെ സാനിറ്റൈസർ കൊടുത്തയച്ചിരുന്നു, കൈ സ്പിരിറ്റ് കൊണ്ട് തുടക്കാൻ വേണ്ടിയിട്ട്. അതായത് എപ്പോഴും നമുക്ക് കൈ കഴുകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു 60% ആൽക്കഹോളുള്ള ഒരു സാനിറ്റൈസർ ഉപയോഗിക്കാം. ഈ സാനിറ്റൈസർ നല്ലോണം തുടച്ചെടുക്കാം. പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൗകര്യമുള്ളൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അപ്പോൾ കൈ കഴുകുകയും ചെയ്യാം. അത് നമ്മൾ കുട്ടികളെ ഈ ഒരു ശീലം നിർബന്ധമായിട്ടും നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്. നമ്മൾ ബ്രഷ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുന്നു, കുളിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നു. സാധാരണ പ്രത്യേകിച്ച് മലയാളികൾ എല്ലാവരും രാവിലെ കുളിക്കാൻ ശീലിപ്പിക്കുന്നതാണ്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു ശീലം എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് തന്നെയാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നുണ്ട് ഈ കുളിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഇമാതിരിയുള്ള ശീലങ്ങളൊക്കെ കുറച്ച് കുറവാണ്. നമ്മുടെ പരിസരം അതേപോലെ തന്നെ ശുചിയാക്കുന്നതിലും കുറച്ചൊരു വിമുഖത നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലൊക്കെ എപ്പോഴും ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഒരുപാട് പനികൾ വരുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയാക്കി വെക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ പരിസരം നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കുട്ടികളുടെ ഈ ഒരു ഹാൻഡ് ഹൈജീനാണ് ഒരു കാര്യം. പിന്നെ നേരത്തെ എന്നോട് ചോദിച്ചത് ഇമ്മ്യൂണിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ഉറക്കമാണ്. ഇമ്മ്യൂണിറ്റി നമ്മൾ ബൂസ്റ്റ് ചെയ്യാനുള്ളത് ഉറക്കമാണ്. ഉറക്കത്തിലൂടെ മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. പിന്നെ കുറേ ഹോർമോൺസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ. ഈ ഉറക്കം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യും. മാത്രമല്ല കുട്ടികൾ ഉറങ്ങേണ്ടത് ഇവിടെ പലപ്പോഴും നമുക്ക് പല കാരണങ്ങളോടും കുട്ടികൾ വേണ്ടത്ര ഉറക്കം കുറവാണ്. കുട്ടികൾ വേണ്ടത്ര ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് പലപ്പോഴും കുട്ടികൾക്ക് ഓരോ ആരോഗ്യത്തിന് മോശമായി ബാധിക്കാറുണ്ട്. ഒന്ന് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബീസിറ്റി കൂടും. നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒബീസിറ്റി കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. കുട്ടികളുടെ ഒബീസിറ്റിയാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് അവരുടെ ജങ്ക് ഫുഡും മറ്റുള്ള ഈ സെഡൻറ്ററി ലൈഫൊക്കെ ആയ കാരണം അവർക്ക് കൂടുതൽ ഒബീസിറ്റിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഉറക്കം നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടും. മാത്രമല്ല നമ്മൾ ഒബീസിറ്റി ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എത്ര മണിക്കൂർ വരെ ഒരു കുട്ടി ഉറങ്ങണം? കുട്ടികൾ അത് പ്രായം അനുസരിച്ചാണ് നമ്മൾ ഇന്ന്. ഇപ്പോൾ ഒരു ജനിച്ച ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 18-20 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉറങ്ങുന്നുണ്ട്. കുട്ടികൾ ഉറങ്ങിക്കോളും. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഒരു 10 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അത് കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ഉറങ്ങിയേ പറ്റുള്ളൂ. പക്ഷേ അതിവിടെ പലപ്പോഴും നമുക്ക് കാരണം ഇവിടെ 6 മണിക്ക് ബസ് വരണമെങ്കിൽ 5 മണിക്ക് കുട്ടിയെ വിളിച്ചുണർത്തണം. ഇവർ ഉറങ്ങുന്നത് 12 മണിക്കായിരിക്കും. അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ കുട്ടികൾ സാധാരണ ഉറങ്ങുന്നുള്ള ഒരു ആവറേജ് അവരുടെ ഉറക്കം ഒരു 6 മണിക്കൂറൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് നമ്മൾ ഒരു സ്കൂളിലുള്ള ദിവസം ഇതെങ്ങനെ വേണമെന്ന് വെച്ചാൽ ഉറക്കത്തിൽ
ഇത് നേരത്തെ തന്നെ നമ്മൾ ശീലിപ്പിക്കണം. പലപ്പോഴും കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് ചിലപ്പോൾ ഇവിടുത്തെ ജോലിയുടെ ഒരു ഇതുകൊണ്ടായിരിക്കും അവർ ചെറിയ പ്രായത്തിൽ ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആവുന്നത് ചിലപ്പോൾ അച്ഛനൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നത് 12 മണിക്കായിരിക്കും. അപ്പോൾ കുട്ടിയെ കുറച്ച് കളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം. അപ്പോൾ കുട്ടി ഉറങ്ങുന്നത് ചിലപ്പോൾ 2 മണിക്കോ 3 മണിക്കാണ്. ഇത് പക്ഷേ സ്കൂൾ തുടങ്ങുമ്പോൾ നമുക്കിത് പറ്റില്ല. ഇത് സ്കൂൾ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും, ചില ഈ കുട്ടിക്ക് നേരത്തെ സ്കൂൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിനേക്കാൾ നേരത്തെ തന്നെ കുട്ടിയെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ശീലം ഉണ്ടാക്കുക. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. സ്ലീപ്പ് ഹൈജീൻ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു നിശ്ചിത സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുക, എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് ഉണരുക എന്നുള്ളത്. അത് നേരത്തെ തന്നെ ശീലിപ്പിക്കുക. മറ്റൊന്നെന്ന് പറഞ്ഞത് എപ്പോഴും ഉറങ്ങുന്ന ബെഡ്റൂം ഉറക്കത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ നമ്മൾ ടി വിയോ കമ്പ്യൂട്ടറോ നമ്മുടെ ടാബ്സോ ഇതൊന്നും കുട്ടികൾ അനുവദിക്കാതിരിക്കുക. സ്മാർട്ട് ഫോൺ ഇതൊന്നും അനുവദിക്കാതിരിക്കുക. അല്ലെങ്കിൽ കുട്ടികൾ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതിലൊക്കെ കളിച്ചിട്ട് അവർ ഉറങ്ങുന്നത് ഏത് സമയത്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതൊന്നും ഈ പ്രത്യേകിച്ച് ടി വിയും ബാക്കിയുള്ള കമ്പ്യൂട്ടർ ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിന് ഫുഡിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ 3 കാര്യം ചെയ്യുന്നത് ഹാൻഡ് ഹൈജീൻ, ഇൻഫെക്ഷൻ ഇമ്മ്യൂണിറ്റി പോകുന്ന ഹാൻഡ് ഹൈജീൻ. അപ്പോൾ ഇൻഫെക്ഷൻ കുറയും. മറ്റൊന്ന് നല്ല ഉറക്കം. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ അടങ്ങിയിട്ടില്ല. അതൊരു 5 പോർഷൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. 1 പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ ഒരു പഴമോ ഒരു 1 പോർഷനാണ്. ഒരു കപ്പ് വെജിറ്റബിൾ 2 പോർഷനാണ്. അപ്പോൾ ഒരു 5 പോർഷൻ ഒരു ദിവസം കൊടുക്കാൻ പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കുട്ടികൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജമാലുദ്ദീൻ. അദ്ദേഹം അജ്മാൻ മെട്രോ മെഡിക്കൽ സെൻറ്ററിലെ ഡയറക്ടറും പീഡിയാട്രീഷ്യനുമാണ്. ഈ ഉഷ്ണകാലത്ത് നമ്മുടെ കുട്ടികളെ എങ്ങനെ ആരോഗ്യത്തോടെ വെച്ചേക്കാം എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത എപ്പിസോഡിൽ ഡോക്ടറെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.